إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, മുതിർന്നവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ നിങ്ങളെ ചെറിയൊരു വിഷയം സൂചിപ്പിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ ആഴ്ചകളിലുള്ള വെള്ളിയാഴ്ചകളിലും നമ്മൾ പള്ളിയിൽ പോകുന്നതാണ്. അവിടെ നിന്ന് ഖത്തീബ് മിമ്പറിൽ നിന്ന് പ്രത്യേകം പറയുന്നുണ്ട്, ഇത്തഖുല്ലാഹ് ഹഖ്ക തുഖാത്തി, പടച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഒരു വസിയത്താണ്. ഇത്തഖുല്ലാഹ് ഹഖ്ക തുഖാത്തി, പടച്ച റബ്ബിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഖത്തീബ് നമ്മളെ ഓർമ്മപ്പെടുത്തും. എങ്ങനെയാണ് സൂക്ഷിക്കൽ? നമ്മുടെ കണ്ണിനെ നമ്മൾ പടച്ച റബ്ബിനെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണം. വൃത്തികേട്, തോന്നിവാസം, തമ്മാടിത്തരം, ഹറാമുകൾ കാണുമ്പം നമ്മുടെ കണ്ണിനെ നമ്മൾ അള്ളാഹ് ഇന്നെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടെ നമ്മൾ സൂക്ഷിക്കണം. നമുക്കറിയാം, 3 സഹോദരന്മാർ ഗുഹയിൽ കുടുങ്ങിയ കാര്യം. 3 പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. ഇതിൽ അവസാനമായി പ്രാർത്ഥിച്ച ആളുടെ പ്രാർത്ഥന എന്താണ്? അള്ളാഹുവേ, എനിക്കൊരു പെണ്ണിനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ അടുത്ത അളാപ്പയുടെ മകളായിരുന്നു. വളരെ ഇഷ്ടമായിരുന്നു അവൾ. ഒരു പ്രാവശ്യം അവളെ കിട്ടിയെങ്കിൽ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു. ഒരു ദിവസം അവരുടെ വീട്ടിൽ സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടാൽ എന്നെ അവൾ സമ്പത്തുമായി ആവശ്യപ്പെട്ടു വന്നു. ഞാൻ അവളോട് പറഞ്ഞു, എത്ര പണം വേണമെങ്കിലും, എത്ര പൈസ വേണമെങ്കിലും നിനക്ക് ഞാൻ നൽകാം, പക്ഷേ എൻ്റെ ആവശ്യത്തിന് നീ വണങ്ങണം എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവളതിന് ഒരുങ്ങി. ഞാൻ അവളിലേക്ക് അടുത്തപ്പോൾ, വൃത്തികേട് ചെയ്യാൻ വേണ്ടി, തോന്നിവാസം ചെയ്യാൻ വേണ്ടി, വ്യഭിചരിക്കുവാൻ വേണ്ടി ഞാൻ അവളിലേക്ക് അടുത്തപ്പോൾ അവളുടെ ചുണ്ടെന്തോ മന്ത്രിക്കുന്നുണ്ട്. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. അവൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഓ മനുഷ്യ, ഇത്തഖുള്ള, പടച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. നമ്മുടെ ക്യാമറ ഒന്നും റൂമിലില്ലെങ്കിലും, ഒരാളും കാണുന്നില്ലെങ്കിലും, ആരും അറിയുന്നില്ലെങ്കിലും, ഇത്തഖുള്ള, അള്ളാഹു 24 മണിക്കൂറും നിൻ്റെ ഉറക്കത്തെ, നിൻ്റെ മയക്കത്തെ, നിൻ്റെ ക്ഷീണത്തെ, നിൻ്റെ പ്രയാസത്തെ, നിൻ്റെ അസുഖത്തെ, നിൻ്റെ ബുദ്ധിമുട്ടിനെ എല്ലാം വളരെ കൃത്യമായി അറിയുന്ന, സൂക്ഷ്മമായി അറിയുന്ന, നിന്നെ നിരീക്ഷിക്കുന്ന റബ്ബ് നിന്നെ കാണുന്നുണ്ടെന്ന് ആ പെണ്ണിൻ്റെ ചുണ്ടിൽ നിന്ന് അത് കേട്ടപ്പോൾ, റബ്ബെ, നിന്നെ ഭയപ്പെട്ട്, നിന്നെ പേടിച്ച്, നിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഞാൻ ആ തോന്നിവാസത്തു നിന്ന് ഓടി അകന്ന്, റബ്ബെ, അവൾക്ക് വേണ്ട പണം ഞാൻ നൽകി, പക്ഷെ ഞാൻ വൃത്തികേട്ടിൽ ബന്ധപ്പെട്ടില്ല, നിന്നെ പേടിച്ച് മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹ്, നിനക്ക് വേണ്ടി ചെയ്ത അഅ്മാലു സ്വാലിഹാത്താണെങ്കിൽ, നിനക്ക് വേണ്ടി ചെയ്ത നല്ല സൽക്കർമ്മമാണെങ്കിൽ എന്നെ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ ഗുഹയുടെ പാറ നീങ്ങി ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രം ഞാൻ നിങ്ങളും പഠിച്ചതാ സഹോദരന്മാരെ. അതുകൊണ്ട് കോളേജുകളിലായാലും, ക്യാമ്പസുകളിലായാലും, എവിടെയായാലും, നാട്ടിലായാലും, വീട്ടിലായാലും, കുടുംബത്തിലായാലും, സമൂഹത്തിലായാലും, സമുദായത്തിലായാലും, ആരാരുമില്ലാത്ത ക്ലാസ് മുറിക്കുള്ളിലായാലും, ആരാലുമില്ലാത്ത ഹാളിൻ്റെ ഉള്ളിലായാലും, ഒരാളുമില്ലാത്ത പ്രദേശത്തായാലും, ആരുമില്ലാത്ത സ്ഥലത്തായാലും, വാപ്പ അടുത്തുണ്ടായിക്കോണമെന്നില്ല, ഉമ്മ അടുത്തുണ്ടായിക്കോണമെന്നില്ല, സഹോദരന്മാർ അടുത്തുണ്ടായിക്കോണമെന്നില്ല, നാട്ടുകാർ കൂടെ ഉണ്ടായിക്കോണമെന്നില്ല, ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിക്കോണമെന്നില്ല. ആരാരുമില്ലെങ്കിലും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ വേണം ഇത്തഖുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹ് എന്നെ കാണുന്നു, അവനെന്ന് അറിയുന്നു എന്ന ഉത്തമബോധം എനിക്കും നിങ്ങൾക്കും വേണം. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ റബ്ബിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നിങ്ങൾ ശ്രമിക്കുക. നാഥനെ പേടിച്ച്, നാഥനെ സൂക്ഷിച്ച്, നാഥനെ 24 മണിക്കൂറും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികൾ റബ്ബുമായി എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അജർനാ മിനന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.